All of you, welcome back to my YouTube channel. It's me, Ajith Anaswara. EDUZONE പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം. ഇന്ന് 9ാം ക്ലാസ് ഇംഗ്ലീഷ് മീഡിയം ബാച്ചിന് വേണ്ടിയുള്ള തേർഡ് പാർട്ട് വീഡിയോ ആണ്. നിങ്ങൾക്കറിയാം, ഞാൻ അപ്ലോഡ് ചെയ്യുന്ന ഓരോ വീഡിയോസും അതിന് തൊട്ടുമുമ്പുള്ള വീഡിയോയുടെ കണ്ടിന്യൂഷൻ ആണ്. അതുകൊണ്ട് തന്നെ ഈ വീഡിയോയുടെ തൊട്ടുമുമ്പുള്ള വീഡിയോ, അതായത് ഈ ക്ലാസ്സിൻ്റെ അല്ലെങ്കിൽ ഈ ചാപ്റ്ററിൻ്റെ സെക്കൻഡ് പാർട്ട് വീഡിയോയുടെ ലിങ്ക് ഞാനിവിടെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ അപ്ലോഡ് ചെയ്യുന്നുണ്ട്. ആ വീഡിയോ വാച്ച് ചെയ്യാത്തവരുണ്ടെങ്കിൽ കൃത്യമായും ആ വീഡിയോ കൂടി വാച്ച് ചെയ്യുക. നമുക്ക് നേരെ ഇന്നത്തെ ക്ലാസ്സിലേക്ക് കടക്കാം. നമ്മൾ പഠിച്ചുകൊണ്ടിരിക്കുന്ന ചാപ്റ്റർ ഫുഡ് ത്രൂ ഡൈജസ്റ്റീവ് ട്രാക്ട് എന്നതാണ്. ടുഡേ വി ആർ ഡിസ്കസിങ് അബൌട്ട് ഫുഡ് ഇൻസൈഡ് ദ സ്റ്റൊമക്ക്. ആഹാരം എവിടെ എത്തുന്നു? നമ്മുടെ ആമാശയത്തിലെത്തുന്നു. ഇതിവിടെ പറഞ്ഞിരിക്കുന്ന കാര്യം ഇങ്ങനെയാണ്: ദ സ്ലൈറ്റ്ലി ഡൈജസ്റ്റഡ് ഫുഡ് ഇൻ ദ മൗത്ത് റീച്ചസ് ദ സ്റ്റൊമക്ക് വെയർ ഫർദർ ഡൈജഷൻ ടേക്ക് പ്ലേസ്. എന്ത് ചെയ്യുന്നു? സ്ലൈറ്റ്ലി ഡൈജസ്റ്റഡ് ഫുഡ്, അല്ലേ, അല്പം മാത്രം ദഹിച്ച ആഹാരം എവിടെ വെച്ചാണ് ദഹനം ആരംഭിക്കുന്നത്? അത് മൗത്തിൽ വെച്ചാണ്. അങ്ങനെ അല്പം മാത്രം ദഹിച്ച ആഹാരം എന്തിലൂടെ? ഈസോഫാഗസ് എന്ന് പറയുന്ന കുഴലിലൂടെ സഞ്ചരിച്ച് എവിടെ എത്തുന്നു? സ്റ്റൊമക്കിലേക്ക് എത്തുന്നു. സ്റ്റൊമക്ക് അല്ലെങ്കിൽ നമ്മൾ മലയാളത്തിൽ എന്തു പറയും? ആമാശയം എന്ന് പറയും. ബാക്കിയുള്ള എന്ത് നടക്കുന്നത്? ഡൈജഷൻ പ്രോസസ്സ് നടക്കുന്നത് എവിടെ വെച്ചിട്ടാണ്? ഈ പറയുന്ന സ്റ്റൊമക്കിലും അനുബന്ധ ഭാഗങ്ങളിലും വെച്ചിട്ടാണ്. അങ്ങനെ ആഹാരം എവിടെ എത്തുമ്പോൾ? സ്റ്റൊമക്കിലെത്തുമ്പോൾ സ്റ്റൊമക്കിൻ്റെ പെരിസ്റ്റാൾസിസ് ഇൻ ദ സ്റ്റൊമക്ക് എന്ന പേരിൽ നിങ്ങൾക്ക് 3 പിക്ചേഴ്സ് നിങ്ങൾക്ക് കാണാനായിട്ട് സാധിക്കും. ദ സ്ട്രോങ് പെരിസ്റ്റാൾസിസ് ഇൻ ദ സ്റ്റൊമക്ക് കൺവേർട്സ് ഫുഡ് ഇൻ ടു എ പേസ്റ്റ് ഫോം, അല്ലേ? സ്റ്റൊമക്കിൽ നടക്കുന്ന അല്ലെങ്കിൽ സ്റ്റൊമക്കിൽ വെച്ച് ആഹാരത്തെ അല്ലെങ്കിൽ സ്റ്റൊമക്കിലെ പെരിസ്റ്റാൾസിസ് എന്ന് പറയുന്ന പ്രോസസ്സ് ആഹാരത്തെ എന്തു രൂപത്തിലാക്കുന്നു? പേസ്റ്റ് രൂപത്തിലാക്കുന്നു. The special circular muscles present in the posterior part of the stomach retain food for a specific period. നമ്മുടെ ആമാശയത്തിൻ്റെ അല്ലെങ്കിൽ സ്റ്റൊമക്കിൻ്റെ പോസ്റ്റീരിയർ പാർട്ടിൽ അവസാന ഭാഗത്ത് കാണപ്പെടുന്ന സ്പെഷ്യൽ സർക്കുലർ മസിൽസ്, പ്രത്യേക വലയ പേശികൾ എന്ത് ചെയ്യുന്നു? ആഹാരത്തെ ഒരു പ്രത്യേക സമയത്തേക്ക്, സ്പെസിഫിക് പീരീഡ് ടൈമിലേക്ക് എന്ത് ചെയ്യുന്നു? ആഹാരത്തെ സ്റ്റൊമക്കിൽ നിലനിർത്തുന്നു. Different components in the gastric juice secreted by the glands in the stomach wall also play a very important role in the process of digestion. അല്ലേ, എന്താ പറഞ്ഞിരിക്കുന്നത്? ഡിഫറെൻറ്റ് കമ്പോണൻസ് ഇൻ ദ ഗ്യാസ്ട്രിക് ജ്യൂസ്. ഗ്യാസ്ട്രിക് ജ്യൂസിലെ വിവിധതരം കമ്പോണൻസ്, വിവിധതരം ഘടകങ്ങൾ സെക്രീറ്റഡ് ബൈ ദ ഗ്ലാൻസ് ഇൻ ദ സ്റ്റൊമക്ക് വാൾ. എവിടെയുള്ള? നമ്മുടെ സ്റ്റൊമക്ക് വാളിലുള്ള ആമാശയ ഭിത്തിയിലുള്ള ഗ്ലാൻസ്, ഗ്രന്ഥികളാണ് ഇന്ന് ഗ്യാസ്ട്രിക് ജ്യൂസ് എന്ത് ചെയ്യുന്നത്? സെക്രീറ്റ് ചെയ്യുന്നത് എന്ന് പറഞ്ഞിരിക്കുന്നു. ഓൾസോ പ്ലേ എ വെരി ഇമ്പോർട്ടൻ്റ് റോൾ ഇൻ ദ പ്രോസസ് ഓഫ് ഡൈജഷൻ. ഈ ഗ്യാസ്ട്രിക് ജ്യൂസിലെ ഘടകങ്ങളും എന്തിന്? ഡൈജഷൻ എന്ന് പറയുന്ന പ്രോസസ്സിൽ വളരെ പ്രധാനപ്പെട്ട പങ്ക് വഹിക്കുന്നുണ്ട് എന്നുള്ള കാര്യമാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത്. നെക്സ്റ്റ്, ഗ്യാസ്ട്രിക് ജ്യൂസ് അഥവാ ആമാശയരസത്തിലെ കമ്പോണൻസ്, ഘടകങ്ങളും ഫങ്ഷൻസ്, അവയുടെ ഫങ്ഷനുമാണ് നമുക്ക് എന്ത് ചെയ്യാനുള്ള ധർമ്മവുമാണ് പഠിക്കാനായിട്ട് ഉള്ളത്. ഇവിടെ നമ്മൾ ആദ്യം പരിചയപ്പെടുന്ന കമ്പോണൻ്റെ പേര് പെപ്സിൻ എന്ന് പറയുന്ന എൻസൈമാണ്. പെപ്സിൻ എന്ന് പറയുന്ന രാസാഗ്നിയാണ്. കൺവേർട്സ് പ്രോട്ടീൻ ടു പെപ്റ്റോൺസ് പാർഷ്യലി. അത് എന്ത് ചെയ്യുന്നു? പ്രോട്ടീനിനെ, നാം കഴിക്കുന്ന ആഹാരത്തിലെ പ്രോട്ടീൻ ഭാഗത്തെ പെപ്റ്റോണുകളാക്കി മാറ്റുന്നു. ഭാഗികമായിട്ട് മാത്രമാണ് അങ്ങനെ മാറ്റുന്നത്. അപ്പോൾ പ്രോട്ടീനെ ഭാഗമായി പെപ്റ്റോണുകളാക്കി മാറ്റുക എന്നുള്ള ഫംഗ്ഷനാണ് ആർക്കുള്ളത്? പെപ്സിൻ എന്ന് പറയുന്ന എൻസൈമിന് ഉള്ളത്. നെക്സ്റ്റ് നമ്മൾ പഠിക്കുന്നത് ഗ്യാസ്ട്രിക് ലിപ്പേസ് എന്ന് പറയുന്ന എൻസൈമിനെ കുറിച്ചാണ്. അതിൻ്റെ ഫംഗ്ഷൻ ഇങ്ങനെയാണ് പറഞ്ഞിരിക്കുന്നത്: ഡൈജസ്റ്റ് ഫാറ്റ് പാർഷ്യലി. ഫാറ്റിൻ്റെ, കൊഴുപ്പിനെ ഭാഗികമായി ദഹനം നടത്തുക എന്നുള്ളതാണ് ഗ്യാസ്ട്രിക് ലിപ്പേസ് എന്ന് പറയുന്ന എൻസൈമിൻ്റെ ഫംഗ്ഷൻ.
നെക്സ്റ്റ് പഠിക്കുന്നത് ഹൈഡ്രോക്ലോറിക് ആസിഡിനെ കുറിച്ചാണ്. ഡിസ്ട്രോയ്സ് ജെംസ് ഇൻ ദ ഫുഡ്, ഭക്ഷണത്തിലെ രോഗാണുക്കളെ നശിപ്പിക്കുന്നു. ഒരു പോയിന്റ് കൂടി പഠിക്കാനുണ്ട്. റെഗുലേറ്റ്സ് pH suitable ഫോർ ദ ഡൈജഷൻ ഇൻ സ്റ്റൊമക്ക്, ആമാശയത്തിൽ നടക്കുന്ന ദഹന പ്രക്രിയയ്ക്ക് അനുയോജ്യമായ രീതിയിൽ അല്ലെങ്കിൽ യോജിച്ച രീതിയിൽ എന്ത് ചെയ്യുക, pH ക്രമപ്പെടുത്തുന്നു എന്നുള്ളതും ആരുടെ ഫംഗ്ഷനാണ്? ഹൈഡ്രോക്ലോറിക് ആസിഡിൻ്റെ ഫംഗ്ഷനാണ്. നെക്സ്റ്റ് മ്യൂക്കസിനെ കുറിച്ചാണ് പഠിക്കാനുള്ളത്. മ്യൂക്കസ് അല്ലെങ്കിൽ ശ്ലേഷ്മം. പ്രൊട്ടക്ട്സ് ദ സ്റ്റൊമക്ക് വാൾ ഫ്രം ദ ആക്ഷൻസ് ഓഫ് ഡൈജസ്റ്റീവ് ജ്യൂസസ്, ദഹനരസങ്ങളുടെ പ്രവർത്തനങ്ങളിൽ നിന്ന് ആമാശയഭിത്തിയെ സംരക്ഷിക്കുക എന്നുള്ളതാണ് ഏത് ഘടകത്തിൻ്റെ ധർമ്മം? മ്യൂക്കസ് എന്ന് പറയുന്ന ഘടകത്തിൻ്റെ ധർമ്മം. നെക്സ്റ്റ് ടോപ്പിക്ക് ഫുഡ് ഇൻ ദ സ്മാൾ ഇൻറ്റസ്റ്റൈൻ എന്നതാണ്. സ്മാൾ ഇൻറ്റസ്റ്റൈനെ കുറിച്ച് നമ്മൾ ചെറിയ ക്ലാസ്സിൽ കേട്ടിട്ടുണ്ട് അല്ലേ? ഫുഡ് ഇൻ ദ സ്മാൾ ഇൻറ്റസ്റ്റൈൻ, ആഹാരം എവിടെയാണ്? സ്മാൾ ഇൻറ്റസ്റ്റൈനിലാണ്, ചെറുകുടലിലാണ്. അപ്പോൾ സ്മാൾ ഇൻറ്റസ്റ്റൈനുമുണ്ട്, ലാർജ് ഇൻറ്റസ്റ്റൈനുമുണ്ട്. ഇതെവിടെ പറഞ്ഞിരിക്കുന്ന കാര്യം നമുക്ക് ശ്രദ്ധിക്കാം. ഹ്യൂമൻ സ്മാൾ ഇൻറ്റസ്റ്റൈൻ ഈസ് എബൌട്ട് 5 to 6 meters ലോങ്. മനുഷ്യൻ്റെ ചെറുകുടൽ സ്മാൾ ഇൻറ്റസ്റ്റൈൻ എന്ന് പറയുന്നത് 5 മുതൽ 6 മീറ്റർ വരെ നീളമുള്ളതാണ്. ഇറ്റ് ഈസ് ഫൗണ്ട് ഇൻ ദ അബ്ഡോമൻ ഇൻ ദ ഫോം ഓഫ് മൾട്ടിപ്പിൾ ഫോൾഡ്സ് ആൻഡ് കോയിൽസ്. ഇത് എവിടെ കാണപ്പെടുന്നു പറയുന്നു? നമ്മുടെ ഉദരാശയത്തിൽ കാണപ്പെടുന്നു. എങ്ങനെയാണ്? മടക്കുകളും മൾട്ടിപ്പിൾ ആയിട്ടുള്ള മടക്കുകളും ചുരുളുകളുമൊക്കെ ആയിട്ടാണ് കാണപ്പെടുന്നത്. അതുകൊണ്ട് തന്നെ ഹെൻസ് ഫുഡ് മൂവ്സ് വെരി സ്ലോലി ത്രൂ ദ സ്മാൾ ഇൻറ്റസ്റ്റൈൻ. അതുകൊണ്ട് തന്നെ ആഹാരം ഇതിലൂടെ കടന്നു പോകുന്നത് വളരെ സാവധാനത്തിൽ മാത്രം ആയിരിക്കും. The completion of digestion and the beginning of absorption of food takes place in the small intestine. ആഹാരത്തിൻ്റെ ദഹനം പൂർത്തിയാകുന്നതും കൂടാതെ എന്ത് ചെയ്യുന്നു? അബ്സോർപ്ഷൻ, ആഗിരണം ആരംഭിക്കുന്നതും. ബിഗിനിങ് എന്ന് പറഞ്ഞാൽ എന്താണ്? ആരംഭിക്കുക അല്ലേ? ബിഗിനിങ് ഓഫ് അബ്സോർപ്ഷൻ ഓഫ് ഫുഡ് ടേക്സ് പ്ലേസ് ഇൻ ദ സ്മാൾ ഇൻറ്റസ്റ്റൈൻ. ആഹാരത്തിൻ്റെ ദഹനം പൂർത്തിയാകുന്നതും അതുപോലെ തന്നെ എന്ത് ചെയ്യുന്നു? അബ്സോർപ്ഷൻ, ആഗിരണം ആരംഭിക്കുന്നതും എവിടെ വച്ചാണ്? സ്മാൾ ഇൻറ്റസ്റ്റൈനിൽ വച്ചാണ്, ചെറുകുടലിൽ വച്ചാണ്. ഫ്രം ദ സ്റ്റൊമക്ക് ദ ഫുഡ് ആൻഡ് ദ പേസ്റ്റ് ഫോം എൻറ്റേഴ്സ് ദ ഡിയോഡിനം വിച്ച് ഈസ് ദ ഇനിഷ്യൽ പാർട്ട് ഓഫ് ദ സ്മാൾ ഇൻറ്റസ്റ്റൈൻ. അവിടെ നമ്മൾ പുതുതായിട്ടൊരു കാര്യം കേട്ടു, ഡിയോഡിനം. അപ്പോൾ എന്ത് ചെയ്യുന്നു? സ്റ്റൊമക്കിൽ നിന്നും പേസ്റ്റ് രൂപത്തിലുള്ള ആഹാരം ഡിയോഡിനത്തിലേക്ക് കടക്കുന്നു. ഡിയോഡിനം എന്ന് പറഞ്ഞാൽ വിച്ച് ഈസ് ദ ഇനിഷ്യൽ പാർട്ട് ഓഫ് ദ സ്മാൾ ഇൻറ്റസ്റ്റൈൻ. സ്മാൾ ഇൻറ്റസ്റ്റൈനിൻ്റെ ചെറുകുടലിൻ്റെ ആരംഭഭാഗം, ഇനിഷ്യൽ പാർട്ട് എന്ന് പറഞ്ഞാൽ എന്താണ്? ആരംഭഭാഗത്തെയാണ് നമ്മൾ എന്ത് വിളിക്കുന്നത്? ഡിയോഡിനം എന്ന് വിളിക്കുന്നത്. The digestive juices secreted by the liver and the pancreas reach the duodenum through a common duct. ലിവർ ഉൽപ്പാദിപ്പിക്കുന്ന, ലിവർ എന്ന് പറഞ്ഞാൽ കരൾ ഉൽപ്പാദിപ്പിക്കുന്നതും അതുപോലെ പാൻക്രിയാസ് എന്ന് പറയുന്ന ഗ്ലാൻഡ് ഉൽപ്പാദിപ്പിക്കുന്നതുമായിട്ടുള്ള ഡൈജസ്റ്റീവ് ജ്യൂസ്, ദഹനരസങ്ങൾ എവിടെ? ഡിയോഡിനത്തിലേക്ക്, പക്വാശയം എന്ന് പറയുന്ന ഭാഗത്തേക്ക് എത്തുന്നത് ത്രൂ എ കോമൺ ഡക്റ്റ്, ഒരു പൊതുകുഴലിലൂടെയാണ് എത്തുന്നത്. ദ എൻസൈംസ് ഇൻ ദീസ് ജ്യൂസസ് ആക്ട് upon the partially digested food and enhance the process of digestion. എന്ത് ചെയ്യുന്നു? ഭാഗികമായി ദഹിച്ച ആഹാരത്തിലേക്ക് ഈ എൻസൈമുകൾ എന്ത് ചെയ്യാൻ തുടങ്ങുന്നു? ആക്ട് ചെയ്യാൻ തുടങ്ങുന്നു. അതുപോലെ ഇത് ഡൈജഷൻ എന്ന് പറയുന്ന പ്രോസസ്സിനെ ഉത്തേജിപ്പിക്കുകയും ചെയ്യുന്നു. നെക്സ്റ്റ് നമ്മൾ പഠിക്കാനുള്ളത് വാട്ട് ഈസ് എ ഫങ്ഷൻ ഓഫ് ലിവർ ഇൻ ദ പ്രോസസ് ഓഫ് ഡൈജഷൻ എന്നുള്ളതാണ്. ദഹനപ്രക്രിയയിൽ നമ്മുടെ കരളിനുള്ള പ്രാധാന്യത്തെക്കുറിച്ചാണ് ഇവിടെ നമുക്ക് പഠിക്കാനുള്ളത്. എൻസൈംസ് ആർ ആബ്സെൻറ്റ് ഇൻ ദ ബൈൽ സെക്രീറ്റഡ് ബൈ ദ ലിവർ. കരൾ ഉൽപ്പാദിപ്പിക്കുന്ന ബൈൽ അഥവാ പിത്തരസത്തിൽ എന്തില്ല? എൻസൈമുകളൊന്നും തന്നെ ഇല്ല, രാസാഗ്നികളൊന്നും തന്നെ ഇല്ല. ഇറ്റ് ഹെൽപ്സ് ഇൻ ദ ഡൈജഷൻ ബൈ ബ്രേക്കിംഗ് ഡൗൺ ഫാറ്റ് ഇൻറ്റു സ്മാളർ പാർട്ടിക്കിൾസ്
ആൻഡ് മേക്കിംഗ് ദ ഫുഡ് ആൽക്കലൈൻ. ബൈൽ അഥവാ പിത്തരസം കൊഴുപ്പിനെ ചെറുകണികകളാക്കുകയും ഭക്ഷണത്തെ ക്ഷാരഗുണമുള്ളതാക്കുകയും ചെയ്യുന്നു. The bile secreted by the liver is stored in the gallbladder. കരൾ അധികമായി ഉൽപ്പാദിപ്പിക്കുന്ന പിത്തരസം പിത്താശയത്തിൽ സംഭരിക്കുന്നു. ഗാൾ ബ്ലാഡർ അല്ലെങ്കിൽ പിത്താശയം എന്ന് പറയും. നമ്മളെ കരൾ ഉൽപ്പാദിപ്പിക്കുന്ന പിത്തരസം, അധികമായിട്ട് ഉൽപ്പാദിപ്പിക്കുന്ന പിത്തരസം സ്റ്റോർ ചെയ്യുന്ന, സംഭരിക്കുന്ന സ്ഥലമാണ് ഗാൾ ബ്ലാഡർ അഥവാ പിത്താശയം എന്ന് പറയുന്നത്. നെക്സ്റ്റ് നമ്മൾ പഠിക്കാനുള്ളത് നമ്മുടെ പാൻക്രിയാസ് എന്ന് പറയുന്ന ഗ്ലാൻഡിന് നമ്മുടെ ഡൈജഷൻ എന്ന് പറയുന്ന പ്രോസസ്സിലുള്ള ഫംഗ്ഷനെ കുറിച്ചാണ് പഠിക്കാനുള്ളത്. പാൻക്രിയാസ് സെക്രീറ്റ് പാൻക്രിയാറ്റിക് ജ്യൂസ്. പാൻക്രിയാസ് എന്ന് പറയുന്ന ഗ്ലാൻഡ് എന്ത് ചെയ്യുന്നു? പാൻക്രിയാറ്റിക് ജ്യൂസ് അഥവാ ആഗ്നേയരസം. പാൻക്രിയാസ് എന്ന് പറഞ്ഞാൽ ആഗ്നേയഗ്രന്ഥി. ഈ ആഗ്നേയഗ്രന്ഥി എന്തുൽപ്പാദിപ്പിക്കുന്നു? പാൻക്രിയാറ്റിക് ജ്യൂസ് അഥവാ ആഗ്നേയരസം ഉൽപ്പാദിപ്പിക്കുന്നു. ബൈൽ ആൻഡ് ദ പാൻക്രിയാറ്റിക് ജ്യൂസ് റീച്ച് ദ ഡിയോഡിനം ത്രൂ എ കോമൺ ഡക്റ്റ്. കരൾ ഉൽപ്പാദിപ്പിക്കുന്ന ബൈൽ അഥവാ പിത്തരസവും അതുപോലെ തന്നെ പാൻക്രിയാസ് എന്ന് പറയുന്ന ഗ്ലാൻഡ് സെക്രറ്റ് ചെയ്യുന്ന പാൻക്രിയാറ്റിക് ജ്യൂസും ഡിയോഡിനം എന്ന് പറയുന്ന ഭാഗത്തേക്ക്, ഡിയോഡിനം എന്ന് പറഞ്ഞാൽ നമ്മുടെ സ്മാൾ ഇൻറ്റസ്റ്റൈൻ്റെ ഇനിഷ്യൽ പാർട്ടാണ് ഏതെന്ന് പറയുന്നത് ഡിയോഡിനം അഥവാ പക്വാശയം. ഈ പക്വാശയത്തിലേക്ക് എത്തുന്നത് ഒരു കോമൺ ഡക്റ്റിലൂടെയാണ്, ഒരു പൊതുവായ കുഴലിലൂടെയാണ്. നിങ്ങൾക്ക് ചിത്രമൊക്കെ സ്ക്രീനിൽ ഇപ്പോൾ കാണാനായിട്ട് സാധിക്കും. നമ്മൾ പറഞ്ഞ പാൻക്രിയാറ്റിക് ജ്യൂസിൽ 3 എൻസൈമുകളാണുള്ളത്. ആദ്യം നമുക്ക് അവയുടെ പേരുകൾ പരിചയപ്പെടാം. ഫസ്റ്റ് പാൻക്രിയാറ്റിക് അമലേസ്, സെക്കൻഡ് ട്രിപ്സിൻ, തേർഡ് പാൻക്രിയാറ്റിക് ലിപ്പേസ്. ഇതിൽ പാൻക്രിയാറ്റിക് അമലേസ് എന്ന എൻസൈമ് നാം കഴിക്കുന്ന ആഹാരത്തിലെ സ്റ്റാർച്ചിനെ മാൾട്ടോസ് ആക്കി മാറ്റുന്നു. സെക്കൻഡ് പറഞ്ഞതോ ട്രിപ്സിൻ എന്ന് പറയുന്ന എൻസൈമാണ്. ഈ ട്രിപ്സിൻ പ്രോട്ടീനിനെ പെപ്റ്റൈഡാക്കി മാറ്റുന്നു. തേർഡ് നമ്മൾ പറഞ്ഞത് പാൻക്രിയാറ്റിക് ലിപ്പേസ് ആണ്. അത് നാം കഴിക്കുന്ന ആഹാരത്തിലെ ഫാറ്റ് ഭാഗത്തെ, അതായത് കൊഴുപ്പ് ഭാഗത്തെ എന്താക്കി മാറ്റുന്നു? ഫാറ്റി ആസിഡും ഗ്ലിസറോളുമാക്കി മാറ്റുന്നു. ഇന്നത്തെ ക്ലാസ്സിൽ പറഞ്ഞ കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് മനസ്സിലായി എന്ന് കരുതുന്നു. നമുക്ക് അടുത്ത ക്ലാസ്സിൽ ഇതിൻ്റെ നമ്മൾ പറഞ്ഞു നിർത്തിയ ഭാഗത്തിൻ്റെ കണ്ടിന്യൂഷനായിട്ടുള്ള ഭാഗം വെച്ച് നമ്മൾ ക്ലാസ് തുടരാം. അപ്പോൾ അടുത്ത ക്ലാസ്സിൽ കാണും വരെ എല്ലാവർക്കും ബൈ.